ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എണീറ്റ് വന്നതേ ഉള്ളൂ, മുഖമൊക്കെ ഒന്ന് കഴുകുകയാണ്. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം ആയതുകൊണ്ട് ഒരു ലേസി മോർണിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് സ്ലോ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. യാമിക്കുട്ടീനെ താഴെ കൊണ്ടുവന്നിട്ട് തൊട്ടിൽ കിടത്തിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്ക് കുറച്ച് ചപ്പൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അതൊന്നും അടിച്ച് കളയാമെന്ന് വിചാരിച്ചു. ഇത് അമ്മേൻ്റെ ഒരു തട്ടിപ്പ് ചൂലുകൊണ്ടാണ് അടിച്ചു വരുന്നത്. ശരിക്കുള്ള ചൂല് അപ്പുറത്താണ്. അത് എടുക്കാൻ പോകാൻ മടിച്ചിട്ട് ആകെ ഒരു 10 ഇലയോളെ വീണിട്ടുള്ളൂ. അത് ഇതിനെക്കൊണ്ട് തട്ടി കളയാലോ. അമ്മേൻ്റെ ചൂലായതുകൊണ്ട് അതെടുത്തിട്ട് അങ്ങനെ അടിച്ചു വാരി. ചെറിയൊരു മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമുണ്ടായിനെ. മുറ്റത്ത് നടക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് മഴ ഇങ്ങനെ സ്പ്രേ പോലെ പൊടിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ മുറ്റമൊക്കെ നീറ്റായ സ്ഥിതിക്ക് ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. മെയിനായിട്ട് സമാധാനം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ദോശക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല രാവിലെ. അല്ല, അച്ഛനും അമ്മയും എവിടെയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്ന കണ്ടിട്ട് അവർ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാണ്, ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയതാണേ. അതുകൊണ്ടാണ് രാവിലെ തന്നെ അവരെ കാണാത്തത്. അപ്പോൾ മുട്ട പുഴുങ്ങാൻ ഇടുന്നുണ്ട്. രാവിലെ എപ്പോഴും ചെയ്യുന്നതാണിത്. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഇടുന്നത്. അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റൊരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ മുട്ട കറക്റ്റായിട്ട് പുഴുങ്ങി കിട്ടിക്കോളൂ കേട്ടോ. ഇപ്പോൾ മിക്കവാറും നമ്മൾ കുക്കറിൽ തന്നെയാണ് മുട്ട പുഴുങ്ങുന്നത്. അപ്പോൾ ദോശക്ക് കറിയൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കുന്നില്ല, ചട്നി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തേങ്ങ ചിരകുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ചെറിയൊരു കഷ്ണം പച്ചമുളക് മാത്രമേ ഇടുള്ളൂ, അല്ലെങ്കിൽ നിച്ചൊന്നും എരിവ് എന്ന് പറഞ്ഞിട്ട് തിന്നുവേ ഇല്ല. അതുകൊണ്ട് തേങ്ങയും പച്ചമുളക് മാത്രം ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ചട്നി കുറച്ച് ലൂസാക്കി അരച്ച് കഴിഞ്ഞാൽ ഏട്ടനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ എയർ ഫ്രൈയിൽ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ കഴുകി ഉണക്കാൻ വെച്ചത് ഒന്നെടുത്ത് സെറ്റാക്കി വെച്ചു. കുറേ പേർക്ക് ചോദിക്കാറുണ്ട് എയർ ഫ്രയർ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. എയർ ഫ്രയർ യൂസ് ചെയ്യുന്നുണ്ട്, ചിക്കനൊക്കെ ഫ്രൈ ആക്കാൻ ഉപയോഗിക്കലുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിക്കലുണ്ട്. ടേസ്റ്റ് നമുക്ക് എണ്ണയിൽ കിടന്ന് പൊരിഞ്ഞ ടേസ്റ്റ് എന്തായാലും എയർ ഫ്രയറിലാക്കുമ്പോൾ കിട്ടൂല. പക്ഷേ ഹെൽത്തി ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ടേസ്റ്റിലൊന്ന് കോംപ്രമൈസ് ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേഗം ചട്നി അരച്ച സ്ഥിതിക്ക് ബാക്കി ദോശേൻ്റെ കാര്യങ്ങൾ നോക്കാം. അത്രയും വേണ്ടു, നമുക്ക് 2 3 ചുട്ടി അടക്കം അത്രയല്ലേ വേണ്ടു. അതുകൊണ്ട് കുറച്ചൊരു 5-6 ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യമായി കിട്ടും. ഞാനുണ്ടല്ലോ പണ്ട് നിച്ചൂട്ടി ചെറുതായിരിക്കുന്ന സമയത്ത് വീട്ടിലിടേണ്ട ഡ്രസ്സെല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള നിച്ചൂട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് ഞാനിപ്പോൾ ഇടയ്ക്കും ആലോചിക്കും. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഡ്രസ്സ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണേ. ഇത് യാമിക്കുട്ടിക്ക് ഇഷ്ടമായിക്കോട്ടെ എന്ന് വെച്ച് വാങ്ങിച്ചതാണ്. മിന്നി മിക്കിയൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമായിന് യാമിക്കുട്ടിക്ക്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ വാഷ് ചെയ്യുകയൊക്കെ ചെയ്തു. 2-3 പ്രാവശ്യം മെഷീനിൽ തന്നെ വാഷ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, ഇത് ഫെയ്ഡ് ആവുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചട്നിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് ലൂസാക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ദോശ പരിപാടിയെല്ലാം ഏകദേശം അവസാനിച്ച് എല്ലാം അടുപ്പെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇതൊന്ന് പുറത്തെല്ലാം പോകാനുണ്ടാവും. ഇന്ന് ഉച്ചക്കേക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കേണ്ടതെന്ന് ആവശ്യമില്ല. യാമിക്കുട്ടി എണീക്കണത്രേ, നിച്ചൂട്ടി എണീക്കണത്രേ. അച്ഛനൊന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഇപ്പോൾ വന്നു. അങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റ്സ് കേട്ടോ. എല്ലാവരും കാണാത്ത കുറേ ആയില്ലേ അല്ലേ. നമ്മൾ ഷോർട്ട് വീഡിയോവും ഇപ്പോൾ കുറച്ച് ബ്രേക്ക് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നു എല്ലാവരും. അപ്പോൾ പിള്ളേരൊക്കെ എണീക്കുമ്പോഴേക്കും ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രശ്നമില്ല, അവരെ വേഗം റെഡി ആക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ കണ്ണ. ഹായ് പറ. ഹായ്. എനിക്ക് ഉറക്കം എണീച്ചു അമ്മ കണ്ണൻ. അമ്മേൻ്റെ ഉടുപ്പ് ഇഷ്ടമായിനാ? അമ്മേൻ്റെ ഡ്രസ്സ് ഇഷ്ടമായിനാ? പൂവെല്ലുണ്ടാ? ആ, പൂവുണ്ടല്ലേ പറയും പോലെ. അമ്മ കണ്ടിട്ടില്ല. പൂവുണ്ട് പറ. പൂവുണ്ട്. ഇഷ്ടായിനാ? ഇഷ്ടായിനെങ്കിൽ ആ പറ. ഞാൻ കിട്ടിയ ഉടുപ്പെല്ലാം മാറ്റിയേ. ഉടുപ്പ് മാറ്റിയാ? ആ പറ. ആ, ഇത് അമ്മേടെ ഉടുപ്പിനും മിന്നിയുണ്ട്. ബാക്കിൽ മിക്കി ഉണ്ട്, ഡോറിന് മിക്കി ഉണ്ട്. ഇത് അമ്മേടെ ഉടുപ്പിനെല്ലാം ഉണ്ട് മിന്നി. നമുക്ക് ചേച്ചീനെ എണീപ്പിക്കാലോ. ഞാൻ നേരത്തെ താഴെ വരുമ്പോഴേ നിച്ചൂസ് അമ്മേ എന്നെ വിളിക്കാൻ വരണേന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിന്. അവിടെ പോയിട്ട് വിളിച്ചിട്ട് വരാം. ഗുഡ് മോർണിംഗ് പൊന്ന. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അമ്മോട് പറ. കൊഞ്ചൊന്ന് കള്ളി പെണ്ണേ. എണീക്ക് വാ, സമയായി. എൻ്റെ മേലെ കണ്ണുകുത്തു. ആയി വാ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാലോ. എൻ്റെ നമുക്ക് ടാറ്റു പോണ്ടേ? ആയി വാ. യാമി, നോക്കട്ടെ അമ്മ നോക്കട്ടെ. അവിടെ നിക്ക്. മാച്ചിങ് രണ്ടാളും. അടിപൊളി. ഓ, യാമിക്കപ്പൊക്കെ തിരക്ക്. റെഡിയായാ? രണ്ടാളും റെഡിയായാ? ഇനി അമ്മ റെഡിയാവട്ടെ. അമ്മ റെഡിയാവട്ടെടൂ. തിരക്കായി, ഉറക്കം വന്ന് യാമിക്ക്. അപ്പം ഇവർ രണ്ടാളും റെഡിയായി. ഇനി ഞാൻ മാറ്റട്ടെ. ഇനി വേഗം ഞാനും പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ.
പിള്ളേരെ റെഡിയാക്കുമ്പോ തന്നെ സമയമായി. മുടി ഇനി നിച്ചുട്ടിന്റെ മുടി കെട്ടി കൊടുക്കണല്ലോ ഉണ്ട് അത്ര. ഏട്ടനിപ്പം പറയേ ഈ 3 പെണ്ണുങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും പോണെങ്കിൽ എത്ര സമയം എടുക്കും എന്നുള്ളത്. സത്യമാണ്, ഇവരെല്ലാം ഒരുക്കുമ്പോഴേക്കന്നെ കുറേ സമയം എടുക്കും. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി മുടിയും കൂടി ഒന്ന് കെട്ടുകയേ വേണ്ടു. ഈ ഡ്രസ്സും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ചുരിദാറാണ് കേട്ടോ. ഫുള്ളായിട്ടുള്ള ലുക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഹായ് ടാറ്റാ, അമ്മ വരണ്ടേ? ടാറ്റ, അമ്മ വരണ്ടേ? നീച്ചൂസേ കളിക്കല്ല. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ അപ്പോഴേക്ക് ഗ്യാസ് പോകുന്നുണ്ട് വീട്ടിലേക്ക്. ഇന്ന് ഗ്യാസ് വരുന്നുണ്ട്, സിലിണ്ടർ തരേണ്ട ദിവസമാണ്. അപ്പൊ അമ്മ ഇറങ്ങിയിട്ട് പോയിട്ടുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത് വാങ്ങി വെച്ചിട്ട് വരണം. അപ്പൊ കുറച്ചും കൂടെ ലേറ്റായി. ഇന്നിപ്പോ ഇത്ര സമയമായി? 11:15 സമയം. അവിടെ എത്തുമ്പോഴേക്കും ഉച്ചയാവും മിക്കവാറും. ഏട്ടൻ ഇങ്ങോട്ടൊക്കെ കുറെ നാളായെല്ലാം കണ്ടിച്ച് നമ്മള് വീഡിയോ ചെയ്യാത്തോണ്ട് എല്ലാരും കാണുന്നില്ല. കാണുന്നുണ്ട് നിന്നെ? എനിക്ക് ഇരുട്ടായോണ്ടോ? ഇപ്പൊ കാണുന്നുണ്ട്. ഏട്ടൻ ആസ് യൂഷ്വൽ ബ്ലാക്ക് ഷർട്ടെല്ലാം ഇടിച്ച് വന്നിട്ടുണ്ട്. സെറ്റ് അല്ലേ? ഇന്ന് വേറെ കളർ ഷർട്ട് മേടിക്കണം കേട്ടോ. ബ്ലാക്ക് എന്തായാലും മേടിക്കൂല. ഞാൻ ഇന്ന് ഷർട്ട് മേടിക്കുന്നുണ്ട് വേറെ. നമ്മള് എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ എവിടെ പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? ഷോപ്പിങ്ങിന് പോവുകയാണ്. ഓണം ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റൂല. ഓണത്തിനും കല്യാണത്തിനും എല്ലാം കൂടെ. എൻ്റെ അനിയന്റെ കല്യാണമാണ്, കസിൻ ബ്രദറിന്റെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷോപ്പിംഗ് ആണ് മെയിനായിട്ട് ഉദ്ദേശം. അപ്പൊ തലേന്നത്തേക്ക് പച്ച ഡ്രസ്സാണ്, ഡ്രസ് കോഡ്. ഇതല്ലേ ഇവർ രണ്ടാള് പച്ച ഡ്രസ്സ് ഇട്ടിരിക്കുന്നു. പോയാട്ടെ, എന്താ പച്ച ഡ്രസ്സ് നോക്കുമ്പോഴേക്ക് നിച്ചുവിന് വേണ്ട. നിച്ചുവിന് നല്ല പുതിയ പച്ച ഉണ്ട് ഓൾറെഡി. യാമിക്ക് ഒരു പച്ച മേടിക്കണം, എനക്ക് പച്ച മേടിക്കണം, ഏട്ടന് പച്ച വേണം. എല്ലാം കൂടെ നമ്മളെ ഫാമിലി ഇതൊരു പച്ച പിടിച്ച ഫാമിലി ആയി മാറും അല്ലേ? പൈസ കുറെ പോയിട്ട് പച്ച പിടിക്കുകയും ചെയ്യും. അമ്മമ്മ ഗ്യാസ് മേടിക്കാൻ പോയിട്ടുണ്ട്, വരട്ടെ എന്നാലേ നമുക്ക് പോകാൻ പറ്റും. അമ്മമ്മ പോയിട്ട് ഒരാൾക്ക് ഇവിടെ മൂടില്ല. അമ്മമ്മ നടന്ന് വരുന്നുണ്ട് ക്ലാസ്സിലേക്കൂടെ. പിന്നെ നമ്മൾ നേരെ കണ്ണൂരേക്ക് വിട്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റിയേ. അങ്ങനെ നേരെ ഷോപ്പിലേക്ക് കയറുവാന്ന്. കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എല്ലാവർക്കും കൂടിയിട്ട്. അങ്ങനെ ഏകദേശം ഞാൻ എല്ലാം ഓർത്ത് വെക്കാൻ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. പിന്നെ ആദ്യം ഫസ്റ്റ് പോയത് പിള്ളേർ സെക്ഷനിലേക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ പിള്ളേർക്ക് കുറച്ച് കഴിയുമ്പോൾ മൂഡ് പോകും. അതുകൊണ്ട് പിന്നെ ഡ്രസ്സൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് തരില്ല. ആദ്യം നിച്ചുട്ടിക്ക് നോക്കാമെന്ന് വിചാരിച്ചു. നിച്ചുവിന് പച്ച ഡ്രസ്സ് ഓൾറെഡി ഉണ്ട്, വേറെ ഡ്രസ്സാണ്, കല്യാണത്തിന് 2 ഡ്രസ്സാണ് നോക്കുന്നത്. പക്ഷെ നിച്ചുവിനുണ്ടല്ലോ നല്ല അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സസ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഒന്നും ഇടുകയേ ഇല്ല. കുത്തുന്ന് തിരക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്നും ഇടില്ല. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഡ്രസ്സസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ കേട്ടോ. അതിൽ പിന്നെ നമുക്ക് അധികം ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും അങ്ങനെ ഡിസൈനും ഒന്നും കിട്ടൂലല്ല. അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ളത് മാത്രമേ നിച്ചു വേണമെന്ന് പറയുന്നുള്ളൂ. അങ്ങനെ കുറച്ചെണ്ണമൊക്കെ നോക്കിയപ്പോൾ 1-2 എണ്ണമൊക്കെ കിട്ടി. യാമിക്കുട്ടി അതൊന്നും അടങ്ങി നിൽക്കുന്നില്ല കേട്ടോ, ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. നിച്ചുവിന് ഇഷ്ടപ്പെട്ടത് ഒന്ന് ആദ്യം തന്നെ എടുത്തു. പക്ഷെ എപ്പോഴും നിച്ചുവിന് പിങ്ക് തന്നെയാണ് കേട്ടോ എടുക്കൽ. പിങ്ക് കളർ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും പിങ്ക് ഡ്രസ്സ്, എന്ത് സാധനം വാങ്ങിക്കുമ്പോൾ പിങ്ക് എന്ന് പറയും. അതുകൊണ്ട് പിങ്ക് വാങ്ങിക്കേണ്ട ഞാൻ അപ്പം തന്നെ വിചാരിച്ചിട്ടുണ്ടായിനി. അങ്ങനെ ഓള് സെലക്ട് ചെയ്ത ഒരു ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുത്തു. ബാക്കിയൊന്നും ഇടാനൊന്നും സമ്മതിക്കൂലേ. അത് സ്വന്തം സെലക്ഷൻ ആയതുകൊണ്ട് മാത്രം ഒന്ന് അതിൻ്റെ മുകളിൽ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് നോക്കി. അപ്പോഴേക്ക് കറക്റ്റ് സൈസ് തന്നെയായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ല. അധികം ബ്രൈറ്റ് ആയിട്ടുള്ള കളറൊന്നും അല്ലെങ്കിലും നല്ല ക്യൂട്ടായിട്ട് ലൈറ്റ് കളറായിട്ട് നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ആ ഡ്രസ്സ് തന്നെ അങ്ങ് എടുത്തു. 2 പിള്ളേരെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് അവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും അമ്മയും കൂടി ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാളായിട്ട് പിടിച്ചാൽ മതിയല്ലോ. കണ്ണാടിയിൽ സ്വന്തം കണ്ടിട്ട് ഇങ്ങനെ വാവേ ബേബി എന്നെല്ലാം വിളിച്ച് ഉമ്മയൊക്കെ കൊടുക്കലാണ്. എന്താണ് യാമിക്കുട്ടീൻ്റെ പണി? നിച്ചുട്ടീനെ വായിൽ വരുന്നുള്ളൂ. നിച്ചുട്ടീൻ്റെ ഇതുപോലത്തെ ഒരു ഷോട്ട് പണ്ട് നമ്മൾ ഇതേ പ്രായത്തിൽ ഉണ്ടാകുമ്പോൾ ചെയ്തിട്ടുണ്ടായിനെ. അത് പറയാൻ വന്നപ്പോഴാണ് നിച്ചുന്ന് വായിൽ വന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയല്ലോ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് നിച്ചുട്ടിയുടെ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ സമയമായി. പിന്നെ ഫുഡ് കഴിച്ചാൽ സമാധാനമായിട്ട് എടുക്കാമല്ലോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോയി. അവിടെ കാര്യമായിട്ട് വേറെ ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് അന്തമ്മക്ക് വേണ്ടിയിട്ട് സാരി നോക്കുവാണ്. തലേ ദിവസത്തേക്ക് പച്ച സാരി വേണമല്ലോ. അപ്പം ഏതായാലും പച്ച തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വക. എന്നിട്ട് ആ ഒരു കോമ്പിനേഷൻ ഇല്ലേ, അതാണ് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. ഞാനിങ്ങനെ വെച്ച് നോക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു ആ സാരി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുത്തു. അപ്പോഴേക്ക് ഇത് ഈ ഒരു ചേച്ചീനെ കണ്ടു. സിന്ധു എന്നാണ് ചേച്ചിയുടെ പേര്. വന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ട് വന്നിട്ട് വർത്താനം പറഞ്ഞപ്പോൾ അത് കണ്ടിട്ട് പിന്നെ നമ്മൾ അച്ഛനെടുക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ അച്ഛന് ഷർട്ട്, ആ ഒരു പിങ്ക് ഷർട്ടും പിന്നെ ഒരു മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അർജുന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാനുണ്ടായിന്. അങ്ങനെ അതെല്ലാം എടുത്ത് ചടപടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം അങ്ങ് തീർത്ത്. നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട്
പിന്നെ എല്ലാം ചെറുപടാന്നായിരുന്നു കേട്ടോ ഷോപ്പിംഗ് എല്ലാമേ. എല്ലാം ഫാസ്റ്റ് ആയിട്ടാണ് പിന്നെ ചെയ്തത്. പിന്നെ യാമിക്കുട്ടി നിച്ചുട്ടി എല്ലാവരും ഉള്ളതുകൊണ്ട് അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടായിരുന്നു, ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കണ്ടെടുത്ത് ഓരോരോ ഡ്രസ്സ് എടുക്കുക ചെയ്തത്. അതുകൊണ്ട് അതൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല എന്തെല്ലാം എടുത്തേന്നുള്ളതൊന്നും. അപ്പൊ അമ്മ ഇത് ഇവിടെ എന്നാ പണി? ഇത് കൂർക്കക്കിഴങ്ങ് വറവാക്കുന്ന പോലെ. കൂർക്കക്കിഴങ്ങ് ഇതാ, കൂർക്കക്കിഴങ്ങ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അച്ഛൻ പുതിയൊരുന്നല്ലേ, പുതിയൊരു മാർക്കറ്റിൽ പോയപ്പോ മേടിച്ചതാണേ. ഇവിടെ ഒന്നും അധികം ഇത് കിട്ടൂല. അന്ന് എറണാകുളത്ത് പോയപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിനി. അതിന് ശേഷം ഇത് എവിടുന്ന് മേടിച്ചതാണേ. നമുക്ക് ഡ്രസ്സ് കാണിച്ചു കൊടുക്കാം. അമ്മ പച്ച ഡ്രസ്സ് എടുത്താ? അതൊക്കെ പച്ച സാരി ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അമ്മ. കിട്ടിയില്ലല്ലോ, അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി മറ്റേ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ആദ്യം യാമിക്കുട്ടീൻ്റെ യാമിക്കുട്ടിക്ക് 2 എണ്ണം. എന്താ ഇത്, നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് സോന റെസ്റ്റോറന്റിൽ പോയിട്ട് അതിന്റെ അടുത്തൊരു ഷോപ്പ് ഉണ്ടായിനെ. അവിടുന്ന് വെറുതെ കയറി നോക്കിയതാ, വരുമ്പോ കിട്ടുമോ നോക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കിട്ടിയതാണ്. ഫസ്റ്റ് പോയ ഷോപ്പൊന്നും ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ലേ. രണ്ടാമത് പോയപ്പോ രണ്ടാമത്തെ ഷോപ്പ് കയറിയപ്പോണ് കിട്ടിയത്. ഇത് യാമിക്കുട്ടീന്റെ പച്ച. ഇത് യാമിക്ക് കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട് ഇട്ടിട്ട് നല്ല ഉണ്ടായിരുന്നല്ലേ, നല്ല കാണാൻ വേണ്ടിട്ട് നല്ല ഉണ്ടായിരുന്നു. നിച്ചുട്ടിക്ക് ഈ ഉടുപ്പ് എടുത്തത് വീഡിയോയിൽ കണ്ടിനി തോന്നുന്നു. ഒരു ഉടുപ്പ് ഇത് നിച്ചുവിന് ഇഷ്ടപ്പെട്ടിട്ട് നിച്ചു എടുത്തതാണ് ഈ ഉടുപ്പ്. പിന്നെ നിച്ചുവിന് പച്ച ഓൾറെഡി ഉണ്ട്, നമ്മള് സ്റ്റുഡിയോയിൽ പോയപ്പോ എടുത്തത്. അതുകൊണ്ട് ഇതേ ഇടൂലു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പച്ച തന്നെയാണ്. പിന്നെന്നാ പട്ടു പാവാട. നിച്ചുവിന് സ്കൂളിലേക്ക് ഓണം സെലിബ്രേഷൻ പട്ടു പാവാട വേണം. അപ്പൊ ഈ ഒരു സ്കേർട്ട്, ഈ ഒരു യെല്ലോ ബ്ലൗസും സ്കേർട്ടും ടോപ്പും എടുത്തത്. ഇതേട്ടൻ്റെ 2 ഷർട്ട്, പച്ചി ഇതും. പിന്നെ എൻ്റെ പച്ച കുറെ പലതി. ഇത് അമ്മ ഭയങ്കര ഇഷ്ടമായി അമ്മക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു പറഞ്ഞേ. ഇത് ടോപ്പും പറയാൻ പറ്റാത്തൊരു ഒരു ലെമൺ ഗ്രീനോ അങ്ങനത്തെ ഒരു, ഞാൻ കട്ടിപ്പച്ച വേണ്ട വിചാരിച്ചു. ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള പച്ച തന്നെ ഉദ്ദേശിച്ചേ. അതുകൊണ്ട് ഇത് പാൻറ്റും 3 പീസ് സെറ്റ്. പിന്നെന്നാ ഇത് യാമിക്ക് മുന്നേ ഉള്ളത് പുതിയ തന്നെയാണ്, ഇട്ടിട്ടില്ല ഇതുവരെ. അത് അതിൽ വെച്ചു എന്നേ ഉള്ളൂ. ഇത് പിന്നെ നമ്മളെ ഫ്രണ്ടിന്റെ കുഞ്ഞിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ അച്ഛൻ്റെ എൻഡോമെന്റ് നമ്മൾ കൊടുത്തു കേട്ടാ. അതിന്റെ ഇടക്ക് പോയിട്ട് അച്ഛനും എൻ്റെ അപ്പൊക്കും കൊടുത്തിട്ടുണ്ടായിനി. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ. അപ്പൊ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ എടുത്ത സാധനങ്ങൾ. കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ ഫാൻസിയും കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട് അത്രേ. അപ്പൊ ഇനി ഓണമെല്ലാം എന്തായി എല്ലാവരെയും കമന്റ്സ് ഇപ്പോഴേ വരാൻ തുടങ്ങി. ചേച്ചി ഓണത്തിന്റെ വീഡിയോ ഇടുന്നില്ലല്ലോ, പൂക്കൾ ഇടുന്നില്ല എന്നല്ല. നമ്മൾ 3 ദിവസം ഇടലില്ലോ അല്ലെ. ഇപ്പം ഒന്നാമത് ഇടാൻ നമുക്ക് പൂവൊന്നും കിട്ടാൻ കുറച്ച് പണിയാണ്. പിന്നെ ഇനി പിള്ളേർ വലുതായിട്ട് വേണമെങ്കിൽ അവർക്ക് ഇട്ടോട്ടെ എല്ലാ ദിവസവും. ലാസ്റ്റ് നമ്മൾ ഉത്രാടം തിരുവോണം ഇട്ടം ആ 3 ദിവസമേ പൂക്കൾ ഇടലില്ലൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.